ഹലോ മക്കളെ, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഏറ്റവും ഈസി ആയിട്ട് ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യമാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയാണ്. ആദ്യമായിട്ട് പറയുന്നത് അത് റിജിഡ് ആണ് എന്നുള്ളതാണ്, വിച്ച് മീൻസ് ആസൂത്രണം ദൃഢതയിലേക്ക് നയിക്കുന്നു. നമുക്ക് ഒരു വട്ടം പ്ലാൻ ചെയ്താൽ അതിലൊരു മാറ്റം വരുത്താൻ പറ്റില്ല എന്നാണ് ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത് പറയുന്നത് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവിറോൺമെൻറ്റ്. മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇത് വർക്കാവില്ല. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ ആ പ്ലാൻ വർക്ക് ആവില്ല എന്നുള്ളത് അതും ലിമിറ്റേഷനാണ്. മൂന്നാമതായിട്ട് പറയുന്നത് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. ആസൂത്രണം ക്രിയാത്മക കുറയ്ക്കുന്നു. ശരിയാണ് അല്ലേ. ഒരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്കേഴ്സ് പിന്നെ ആ പ്ലാൻ അനുസരിച്ച് പോവുക എന്നല്ലാണ്ട് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. ഹ്യൂജ് കോസ്റ്റ്, ടൈം കൺസ്യൂമിങ്, ഒരുപാട് പണച്ചെലവും സമയവും കൂടുതൽ എടുക്കുന്നുണ്ട്. ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ് എന്നുള്ളതാണ് അല്ലേ. നമ്മളൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ പ്ലാൻ ചെയ്തതുകൊണ്ട് അത് സക്സസ് ആവണമെന്ന് ഉറപ്പില്ല. ഈ ഒരു 6 പോയിന്റ് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു 4 പോയിന്റ് പഠിച്ചു വെച്ചാൽ ഒരു 4 മാർക്ക് 3 മാർക്ക് ഓക്കെ.